കൊച്ചിയിൽ നിന്നു വൈപ്പിൻ, ചെറായി, പറവൂർ വഴി മൂത്തകുന്നത്തിനടുത്തുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയുടെ ഡാഷ് ക്യാം കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. 70 മെയ് എന്ന കമ്പനിയുടെ A510 ഡുവൽ എന്ന ഡാഷ് ക്യാം ഉപയോഗിച്ചാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഡുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറിന്റെ മുമ്പിൽ ഒരു ക്യാമറയും പിന്നിൽ ഒരു ക്യാമറയും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കാറിന്റെ മുൻപിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറയിൽ പകർത്തിയിരിക്കുന്നതാണ്. കേരള ഹൈക്കോടതി പരിസരത്തുനിന്നാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. വലതുവശത്തു നമ്മൾ കാണുന്നതാണ് കേരള ഹൈക്കോർട്ട് കെട്ടിടം. ഇതാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ. ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് എബ്രഹാം മാടമാക്കൽ റോഡിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞാൽ മറൈൻ ഡ്രൈവ്, മേനക് ഭാഗത്തേക്ക് പോകാം. നേരെ ഈ കാണുന്ന കെട്ടിട സമുച്ചയങ്ങളെല്ലാം ഇന്ത്യൻ നേവിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയ പാലം കയറി ഇറങ്ങുകയാണ്. ഇനി ഇടതുവശത്ത് കാണുന്നതെല്ലാം കൊച്ചിയിലെ ഏറ്റവും വില കൂടിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. ആദ്യം കാണുന്നത് പൂർവ്വ ഓഷിയാൻ, പിന്നെ അബാദ് മറൈൻ പ്ലാസ്, KGL മറീന മജസ്റ്റിക്, പൂർവ്വ ഗ്രാൻഡ് ബേ മുതലായവ. ഈ റോഡിന്റെ വലതുഭാഗത്തു കാണുന്നതെല്ലാം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, BPCL ടൗൺഷിപ്പ്, പമ്പ് എന്നിവയ്ക്കാണ് അവ. ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് പ്രസ്റ്റീജ് നെപ്റ്റ്യൂൺ കോർട്ട് യാർഡ് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഇനി വരുന്നതാണ് പേർൾ ഓഫ് കൊച്ചി ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാലാണ് ചാത്തിയാത്ത് റോഡ്. ഈ റോഡിലാണ് ക്വീൻസ് വാക്ക് വേ. നമ്മൾ ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് വൈപ്പിൻ ഭാഗത്തോട്ട് പോകുന്നതിനായി ഗോശ്രീ ബോൾഗാട്ടി പാലത്തിലേക്ക് കയറുന്നു. വൈപ്പിൻ ദ്വീപിനെ കൊച്ചി നഗരവുമായി ബന്ധിപ്പിക്കുന്നത് ഇതുൾപ്പെടെ 3 വലിയ പാലങ്ങളാണ്. ഈ പാലത്തിന്റെ ഒത്ത നടുക്ക് നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൊച്ചി കായലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്. ആലപ്പുഴ വരെ പരന്നുകിടക്കുന്ന വെമ്പനാട്ട് കായലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കൊച്ചി കായൽ. കൊച്ചി നഗരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായും കായൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു നഗരമാണെന്നുള്ളതാണ്. അതുകൂടാതെ ചെറുതും വലുതുമായ ദ്വീപുകളുടെ ഒരു പ്രദേശമാണ് കൊച്ചി. ഈ ദ്വീപുകളുടെ മുഴുവൻ പേര് പറയാൻ പോയാൽ പെട്ടെന്ന് ഒന്നും തീരില്ല. ഈ പറയുന്ന ബോൾഗാട്ടിയും വല്ലാർപാടവും വൈപ്പിനും എല്ലാം ഈ ദ്വീപ് സമൂഹങ്ങളിൽ പെട്ടവയാണ്. ഒരു കാലത്ത്, അതായത് ഏകദേശം ഒരു 25 വർഷം മുമ്പൊക്കെ, ഈ ബോൾഗാട്ടിയിലും വൈപ്പിലും ഒക്കെ എത്തിപ്പെടണമെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ വഞ്ചി മാർഗം മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഈ പാലങ്ങൾ വന്നതോടെ ഈ ദ്വീപുകളുടെ മുഖച്ഛായ തന്നെ മാറി. ബോൾഗാട്ടിയിൽ ഹയാത്ത് ഉൾപ്പെടെ 5 സ്റ്റാർ ഹോട്ടലുകൾ വന്നു. ലുലു ഗ്രൂപ്പിന്റെ കൺവെൻഷൻ സെന്റർ വന്നു. ഈ വരുന്ന ബോൾഗാട്ടി ജംഗ്ഷനിൽ നിന്നാണ് 4 വരി കണ്ടെയ്നർ റോഡ് ആരംഭിക്കുന്നത്. ഇതാണ് ബോൾഗാട്ടി ജംഗ്ഷൻ.
ഇവിടെ ഒരു വലിയ റൗണ്ട് എബൌട്ട് ഉണ്ട്. ഈ റൗണ്ട് എബൌട്ടിന് വലം വെച്ച് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് 4 വരി കണ്ടെയ്നർ റോഡിലേക്ക് പ്രവേശിക്കാം. അതുവഴി നഗരത്തിലെ ബ്ലോക്കുകൾ ഇല്ലാതെ നമുക്ക് കളമശ്ശേരിയിൽ എത്താം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടെയ്നർ റോഡ് ഒരു ടോൾ റോഡ് ആണ്. ഒരു വശത്തേക്ക് 65 രൂപയും 2 വശത്തേക്ക് 90 രൂപയുടെ അടുത്തും ടോൾ വരും. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കൊച്ചി നഗരത്തിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള രണ്ടാമത്തെ പാലമായ ഗോശ്രീ വല്ലാർപാടം പാലത്തിലേക്കാണ്. ഈ പാലത്തിൽ യാത്ര ചെയ്തു നമ്മൾ എത്തിച്ചേരുന്നത് വല്ലാർപാടം ദ്വീപിലേക്കാണ്. ഇവിടെയാണ് വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് കൂടാതെ പ്രശസ്തമായ വല്ലാർപാടം ബസിലിക്കയും ഈ ദ്വീപിലാണ്. ഇടതുവശത്ത് അങ്ങ് ദൂരെ നോക്കിയാൽ തലയെടുപ്പോടെ നിൽക്കുന്ന കണ്ടെയ്നർ ടെർമിനലിലെ ക്രെയിനുകൾ കാണാം. നമ്മുടെ ഇടത് വശത്ത് കാണുന്ന മതിൽ കെട്ടിനകത്താണ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഈയടുത്താണ് ഈ റോഡ് ടാർ ചെയ്ത് ഇത്ര മനോഹരമാക്കിയിരിക്കുന്നത്. ഇനി വരുന്നത് ഒരു ഫ്ലൈ ഓവറാണ്. കണ്ടെയ്നർ ടെർമിനലിന്റെ കവാടത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടെയ്നർ ലോറികൾക്ക് സുഗമമായി ടെർമിനലിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും സാധിക്കും. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മൂന്നാമത്തെയും അവസാനത്തെയും പാലത്തിലേക്കാണ്. ഈ പാലം അറിയപ്പെടുന്നത് ഗോശ്രീ വൈപ്പിൻ പാലം എന്നാണ്. ഈ പാലത്തിൽ നിന്ന് നമ്മൾ ചെന്നിറങ്ങുന്നത് വൈപ്പിനിലെ കാളമുക്ക് ജംഗ്ഷനിലേക്കാണ്. വൈപ്പിൻ ഫിഷിംഗ് ഹാർബർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇരുവശത്തും നങ്കൂരമിട്ടിരിക്കുന്ന ഒട്ടനവധി ഫിഷിംഗ് ബോട്ടുകൾ കാണാം. കൂടാതെ ഇരുവശവും ചെറുതും വലുതുമായ ധാരാളം മീൻ വിൽപ്പനശാലകളും കാളമുക്ക് ജംഗ്ഷനിൽ ഉണ്ട്. ഇവിടെ നിന്നാണ് കേരളത്തിന്റെ പല ഭാഗത്തേക്കും കടലിൽ നിന്ന് പിടിച്ച നല്ല പച്ച മീൻ പോകുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയാലാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഉള്ള റോറോ ജങ്കാർ ജെട്ടിയും പാസഞ്ചർ ബോട്ട് ജെട്ടിയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും. അവിടുത്തെ കല്ല് പാകിയ വാക്ക് വേയിലൂടെ നടന്നാൽ കൊച്ചി അഴിമുഖം കാണാം. കൊച്ചി LNG ടെർമിനലിലേക്ക് പോകുന്ന റോഡാണ് നേരെ കാണുന്നത്. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചെറായി ഭാഗത്തോട്ട് പോകുന്നു. ഇനി നമ്മൾ ഏകദേശം 40 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ചെറായി ജംഗ്ഷൻ എത്തും. ചെറായി ജംഗ്ഷൻ എത്തുന്നത് വരെ ഈ റോഡ് ഒരു വര വരച്ച പോലെ സ്ട്രെയിറ്റായി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോയുടെ പ്ലേബാക്ക് സ്പീഡ് ഒന്ന് കൂട്ടിയാലോ?
അങ്ങനെ നമ്മൾ ഞാറക്കൽ, എടവനക്കാട്, കുഴുപ്പുള്ളി എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് ചെറായി ജംഗ്ഷൻ എത്താറായിരിക്കുന്നു. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പറവൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ ചെറായി ബീച്ച്, മുനമ്പം ഫിഷിംഗ് ഹാർബർ മുതലായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ ആകും. കൂടാതെ നേരെ പോയി മുനമ്പം പാലം കടന്നാൽ കൊടുങ്ങല്ലൂർ, ചേറ്റുവ, ഗുരുവായൂർ സ്ഥലങ്ങളിലേക്കും പോകാം. ഈ കാണുന്ന ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ പുതിയതായി വരുന്ന ദേശീയപാത NH66ന്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ നോർത്ത് പറവൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറവൂർ ടൗൺ ഹാൾ സിഗ്നൽ ജംഗ്ഷനും കഴിഞ്ഞു കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ 66 ദേശീയപാതയിലൂടെയാണ്. ഈ പാതയിലെ മുനമ്പം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് കുഞ്ഞിത്തൈ ഭാഗത്തേക്ക് പോകുന്നു. വീണ്ടും പുതിയ NH66 ദേശീയപാത നിർമ്മാണം നമ്മൾ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. പറവൂർ താലൂക്കിലെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇത് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.